ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് വളരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും തമാശയാണ്. അതായത് പലരും നമ്മുടെ രാജ്യത്തിനെ തന്നെ കളിയാക്കാറുണ്ട്. പക്ഷേ വിദേശികൾ നമ്മുടെ രാജ്യത്തെ കാണുന്നത് വളരെ വലിയൊരു ശക്തിയായിട്ടാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ അടുത്തിടെ ഒരു പട്ടിക പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു അന്താരാഷ്ട്ര സ്ഥാപനം പുറത്തുവിട്ട 2050 ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ആരായിരിക്കുമെന്ന ഒരു പട്ടിക. ഞാൻ അതിന്റെ ഒരു മോഡൽ ഇവിടെ ഇപ്പോൾ ഒന്ന് വെക്കാം. ആ ഡേറ്റകൾ ഞാൻ ഇവിടെ ഒന്ന് വെക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ഒന്നാമത് ചൈനയാണ് കാണുന്നത്, 76.9 ട്രില്യൺ. രണ്ടാമത് US ആണ്, 76.3 ട്രില്യൺ. ഈ ഒന്നും രണ്ടും സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. ചിലപ്പോ US ഒന്നാമത് തന്നെ നിൽക്കാം, ചൈന രണ്ടാമതും ആകാം. ചിലപ്പോൾ US മറികടന്ന് ഈ പട്ടികയിൽ പറയുന്ന പോലെ ചൈന ഒന്നാമതെത്താം. കാരണം US ചൈനയും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. പക്ഷെ മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ കാര്യം വളരെ കോൺഫിഡൻസോടെ നമുക്ക് പറയാൻ പറ്റും. 41.7 ട്രില്യൺ US ഉള്ള ഒരു വലിയ ശക്തിയായിട്ട് 2050 കൂടിയിട്ട് ഇന്ത്യ മാറുമെന്ന്. നാലാം സ്ഥാനത്ത് UK ആണ്. 13.5 ട്രില്യൺ ആണ് അവരുടെ GDP. അഞ്ചാമത് ജർമ്മനി 10 ട്രില്യൺ. സോ ഈ ഒരു 5 രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 1, 2, 3 ഈ രാജ്യങ്ങൾ, ഈ 3 രാജ്യങ്ങളെ അപേക്ഷിച്ച് നാലാം സ്ഥാനവും എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുക. ഇന്ത്യയുടേത് 41 ട്രില്യനും UK 13 ട്രില്യനും. വളരെ ഒരു വലിയ ഗ്യാപ്പ്, ഹ്യൂജ് ഗ്യാപ്പാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് വളരെയധികം വികസനം നിറഞ്ഞ മനോഹരമായ ഒരു ഭാവിയാണ്. ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്കും സൈനിക ശക്തി എന്ന നിലയ്ക്കും ഇന്ത്യ ലോകത്തെ അമ്പരപ്പിക്കുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യ ഒരു എക്കണോമിക് പവറായിട്ട് മാറുന്നു എന്നത് ലോകം മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വിദേശികളായിട്ടുള്ള ചില ആളുകളുടെ ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള പ്രതികരണം കൂടി ഞാൻ ഇവിടെ ഒന്ന് വെക്കാം. ഇതിനകത്തൊരു വിദേശിയായിട്ടുള്ള ആൾ, അദ്ദേഹം എനിക്ക് തോന്നുന്നു അമേരിക്കക്കാരനാണ്. അദ്ദേഹം ഈ ഒരു പട്ടികയെക്കുറിച്ച് പറയുന്നത് ചൈനയുടെ ഓവറോൾ പോപ്പുലേഷനും അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷനും വളരെ വേഗത്തിൽ താഴോട്ട് പോവുകയാണ്. അതേ സമയത്ത് അമേരിക്കയുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷനും ടോട്ടൽ പോപ്പുലേഷനും പതിയെ ഉയരുകയാണ്. 2020 ശേഷം അമേരിക്ക ശരിക്കും വളർച്ചയിലൂടെയാണ് പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ US ചൈനയും തമ്മിൽ ഇത്രയും അടുത്തടുത്ത് ഒരു GDP വരാനുള്ള സാധ്യത ഒട്ടും കാണുന്നില്ല എന്നും US തന്നെ ഒരു പക്ഷേ ടോട്ടൽ നോമിനൽ GDPയുടെ കാര്യത്തിൽ ടോപ്പ് 1 പൊസിഷനിൽ തുടരുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്: ചൈനയെ ചിലപ്പോൾ ഇന്ത്യ മറികടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ചൈനയിൽ ഈ പോപ്പുലേഷൻ കുറയുന്നത് കാരണം, വർക്കിംഗ് ഫോഴ്സ് കുറയുന്നത് കാരണം ചൈന ഈ പ്രതീക്ഷിക്കുന്ന വളർച്ച കൈവരിക്കില്ല എന്നും പകരം അമേരിക്ക ഒന്നാം സ്ഥാനം നിലനിർത്തുമെന്നും ചിലപ്പോൾ ചൈനയെ മറികടന്ന് ഇന്ത്യ രണ്ടാമതേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട് എന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. ഇനി ഞാൻ വേറെ ചില കമന്റ്സ് കൂടി ഇവിടെ വയ്ക്കാം. എന്ന് വെച്ചാൽ വിദേശികൾ നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് ആവശ്യമാണ്. അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് ചൈനയുടെ കാര്യത്തിൽ വീണ്ടും സംശയം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. കാരണം ചൈനയുടെ പോപ്പുലേഷൻ താഴേക്ക് പോകുന്നത് കാരണം പ്രതീക്ഷിക്കുന്ന വളർച്ച ചൈനയ്ക്ക് ഉണ്ടാകുമോ എന്ന സംശയമാണ് ഇദ്ദേഹം പങ്കുവെക്കുന്നത്. ഇതൊന്നും ഇന്ത്യക്കാരല്ല കേട്ടോ. അതേ സമയത്ത് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മറ്റൊരു വിദേശിയായിട്ടുള്ള ആള്, ഇദ്ദേഹം ഒരു യൂറോപ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹം കമന്റ് ചെയ്തിരിക്കുന്നത് ചൈനയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്. ചൈന രണ്ടാമതെത്തുമെന്ന് അദ്ദേഹം കരുതുന്നില്ല, ചിലപ്പോൾ ഇന്ത്യ രണ്ടാമതെത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ താഴെ ഒരു പാകിസ്ഥാനിയുടെ കരച്ചിലും കാണാം. പാകിസ്ഥാനി താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ടോയ്ലറ്റ് ഇല്ല എന്നാണ്. ഏത് പറമ്പത്ത് പോയിരിക്കുന്ന പാകിസ്ഥാനിയാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. സോ പാകിസ്ഥാനികൾ അവരവരുടെ കരച്ചിൽ ഒരു സൈഡിൽ തുടരട്ടെ. ഒരു സൗത്ത് ആഫ്രിക്കക്കാരനായിട്ടുള്ള ആളുടെ കമന്റ് കാണാം: 2036 കൂടിയിട്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി ആയിട്ട് മാറും, ഇന്ത്യയുടെ തൊട്ടുപുറകിൽ സൗത്ത് ആഫ്രിക്ക ആയിരിക്കും എന്നാണ് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്യുന്നത്. മറ്റൊരു വ്യക്തിയുടെ ഒരു കമന്റ് കൂടി നമുക്ക് കാണാം. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വളരെ വലിയ കടമുള്ള രാജ്യമാണ്, അതൊരു ബാങ്ക്രപ്റ്റ് കൺട്രി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത് 40 ട്രില്യൺ കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ എക്സ്പെക്ട് ചെയ്യുന്ന വളർച്ചയൊന്നും കൈവരിക്കില്ല എന്നും പകരം ചൈനയും ഇന്ത്യയും ജപ്പാനും ഒക്കെ മുന്നോട്ട് പോകുമെന്നും അമേരിക്കയിൽ ഇന്ത്യയും ചൈനയും ജപ്പാനും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നും ചെയ്തതൊക്കെ പിൻവലിക്കുന്നു എന്നുമൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സോ വ്യത്യസ്തങ്ങളായ അഭിപ്രായമാണ്. ചൈന ഒന്നാമത് എത്തില്ല എന്ന് കരുതുന്നവരുണ്ട്, ചൈന സാമ്പത്തികമായി തകരുന്നു എന്ന് കരുതുന്നവരുണ്ട്, അതുപോലെ അമേരിക്ക സാമ്പത്തികമായി തകരുമെന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ മെജോറിറ്റി വിവരമുള്ള യൂറോപ്യൻസ് വിശ്വസിക്കുന്നത് ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്ന വളർച്ച കൈവരിക്കുമെന്നാണ്. എന്നാൽ ചില യൂറോപ്യൻസ് ഇങ്ങനെയുമുണ്ട്: ഇന്ത്യ ഇപ്പോഴും, ഇന്ത്യയിൽ ടോയ്ലറ്റ് ഇല്ല, ഷവർ ഇല്ല, അങ്ങനെ ഇന്ത്യ കുറെ പൈസ ലാഭിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഈ മനോനില തെറ്റിയ കുറെ യൂറോപ്യൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്.
എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു വളർച്ചയെ ഉൾക്കൊള്ളാൻ കഴിയാത്തവര്. അപ്പൊ മെജോറിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യയുടെ വളർച്ച. സാമ്പത്തികമായിട്ട്, സൈനികമായിട്ടൊക്കെ, ടെക്നോളജി പരമായിട്ടൊക്കെ ഇന്ത്യ അതിവേഗത്തിൽ വളരുകയാണ്. ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമി അല്ല. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനവും ആഭ്യന്തര വിപണിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരുടെ ആഭ്യന്തര ഉപഭോഗവുമാണ് ഇന്ത്യൻ എക്കണോമിയുടെ നട്ടെല്ലായിട്ട് നിൽക്കുന്നത്. അതേസമയത്ത് ചൈനയുടെ ഒരു എക്കണോമി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം എക്സ്പോർട്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്കണോമിയാണ് ചൈന. കടം കയറി കിടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. സോ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചൈന ചെയ്യുന്ന അത്രയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. 1 ട്രില്യൺ അകത്താണ് നമ്മുടെ ടോട്ടൽ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഇന്ത്യൻ എക്കണോമിയുടെ കരുത്ത് നമ്മുടെ ആഭ്യന്തര വിപണിയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക ശേഷിയും നമ്മുടെ വാങ്ങൽ ശേഷിയുമാണ്. 19 ട്രില്യൺ US$ മുകളിലേക്ക് ഇന്ത്യയുടെ വാങ്ങൽ ശേഷി വളർന്നിരിക്കുന്നു. സോ ഇന്ത്യയുടെ ഒരു GDP എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഇന്ത്യ സർവീസ് സെക്ടറിൽ വളരെ പ്രാധാന്യമുണ്ട്. എക്സ്പോർട്ടിംഗ് നമ്മൾ തീർച്ചയായിട്ടും മാനുഫാക്ചറിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ വളരുകയാണ്. മറ്റേതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് സാധനം കയറ്റി അയച്ചാൽ മാത്രമേ വളരൂ എന്ന ഒരു സ്ഥിതി ചൈനയെ പോലെ ഇന്ത്യക്കില്ല. ചൈനയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൈനക്കാരായിട്ടുള്ള ആളുകൾ ചൈനയുടെ ഉള്ളിൽ സാധനങ്ങൾ വാങ്ങുന്നത് വളരെ കുറവാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ടിട്ടാണ് ചൈന പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടോ എന്നതൊരു സംശയമാണ്. 2, ചൈനക്കാര് ഈ പർച്ചേസ് ചെയ്യാൻ മടിയുള്ളവരാണ്. അവർ ഓവറായിട്ട് സേവ് ചെയ്ത് വെക്കുന്നവരുമാണ്. ഇതൊക്കെ കൊണ്ട് ചൈനയ്ക്കകത്ത വിപണിയിൽ കാര്യമായ ഒരു വളർച്ച കാണാൻ കഴിയുന്നില്ല. ഈവൻ റിയൽ എസ്റ്റേറ്റ് അടക്കം തകർന്നു കിടക്കാണ്. എന്നാൽ ഇന്ത്യക്കാർ അങ്ങനെയല്ല. ഇന്ത്യക്കാർ പണം ചിലവഴിക്കുന്നവരാണ്, നന്നായിട്ട് സമ്പാദിക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ വിപണി ശരിക്കും ഇന്ത്യക്കാരാൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, സർവീസ് എക്സ്പോർട്ട്, മാനുഫാക്ചറിങ്, ഈ മേഖലയിൽ കൂടി നമ്മൾ വളരുന്നത്. സോ ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് കുറെ കൂടെ സ്റ്റേബിൾ ആണ് US-ന്റെയും ചൈനയുടെയും എക്കണോമി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത്രയും വലിയൊരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു എക്കണോമി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ എക്കണോമി വളരെ സസ്റ്റൈനബിൾ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, വളരുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലോബൽ ഇഷ്യൂ കൊണ്ട് നമ്മളെ എക്കണോമി തകരില്ല. അതുകൊണ്ടാണ് കോവിഡ് വന്നിട്ട് നമ്മൾ സർവൈവ് ചെയ്തത്. അതുകൊണ്ടാണ് റഷ്യ-യുക്രൈൻ യുദ്ധം വന്നിട്ട് നമ്മൾ സർവൈവ് ചെയ്തത്. ഇപ്പോൾ ഇറാൻ-ഇസ്രായേൽ-അമേരിക്ക യുദ്ധം വന്നിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. സോ നമ്മുടെ ഒരു എക്കണോമി വളരെ സ്ട്രോങ് ആണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. സോ വരുന്ന ദശാബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടേത് തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.